യെസ്. സോ നമ്മൾ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് അല്ലെ? വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മുടെ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എക്സാമിൽ റിസർച്ചിൽ ആവശ്യമായിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് നമ്മൾ ഇതുവരെ കവർ ചെയ്തിട്ടുണ്ട് അല്ലെ? എന്താണ് സാമ്പിളിങ്, അതിന്റെ ടൈപ്സ് ഡിസ്കസ് ചെയ്തു, റിസർച്ചിന്റെ സ്റ്റെപ്സ്. അപ്പം ജൂൺ 2025 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിച്ചത് അല്ലെ? സ്റ്റെപ്സ്, സാമ്പിളിങ്, അതുപോലെ തന്നെ ഹൈപ്പോത്തസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സാമ്പിളിംഗ് എറർ എന്താണ്, അതുപോലെ തന്നെ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്, സ്പെഷ്യലൈസ്ഡ് സ്കെയിൽസ്, എക്സ്റ്റേണൽ വാലിഡിറ്റി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മളോട് ജൂൺ 2025 ക്വസ്റ്റ്യൻസ് ചോദിച്ചത് അല്ലെ? അപ്പൊ അതൊക്കെ ഡിസ്കസ് ചെയ്തു. ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി എന്താണ്, അതിന്റെ 3 ടൈപ്പ് എന്താണ്, ഓർമ്മയുണ്ടല്ലോ അല്ലെ? ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി അതിന്റെ 3 ടൈപ്സ് ഏതൊക്കെയായിരുന്നു? ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? അതുമായി ബന്ധപ്പെട്ടിട്ട് ട്രെൻഡ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. വെരി ഗുഡ്. കൊഹർട്ട് അനാലിസിസ്, പാനൽ സ്റ്റഡി ആൻഡ് ട്രെൻഡ് സ്റ്റഡി അല്ലെങ്കിൽ ട്രെൻഡ് അനാലിസിസ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡിയുടെ 3 ടൈപ്പ് എന്ന് പറയുന്നത് അല്ലെ? സോ അടുത്തത് നമുക്ക് എന്താണ് വരുന്നത്? കോണ്ടന്റ് അനാലിസിസ് ആണ്. കോണ്ടന്റ് അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ. നമ്മൾ ഇന്നലെ അതിന്റെ സ്റ്റെപ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ? ഓർക്കുന്നുണ്ടോ ഏതൊക്കെയാണ് ആ 10 സ്റ്റെപ്സ് ഇൻ കോണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത്? ഓർമ്മയുണ്ടോ? ജസ്റ്റ് സ്റ്റെപ്സ് ഒന്ന് പറയാൻ പറ്റുമോ? കോണ്ടന്റ് അനാലിസിസും നോർമൽ റിസർച്ചും നമ്മൾ നോക്കുന്ന സമയത്ത് സ്റ്റെപ്സിൽ കുറച്ച് ഡിഫറൻസസ് വരുന്നുണ്ട് അല്ലെ? ഓക്കെ ഓക്കെ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, യെസ്, നിങ്ങൾ ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ഓർക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. പുതുതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാവും കേട്ടോ. യെസ്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് എന്താണ്? കണക്ട് ചെയ്ത് ഓർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമ്മളൊരു റിസർച്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മുടെ പോപ്പുലേഷൻ ഐഡന്റിഫൈ ചെയ്യുക അല്ലെ? യെസ്, നമ്മുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. വെരി ഗുഡ്. ആൻഡ് അടുത്ത സ്റ്റെപ്പ് എന്താ? ഇനി നമ്മൾ യൂണിവേഴ്സിനെ ഫിൽട്ടർ ചെയ്യാൻ പോവാണല്ലേ? യെസ്, അടിപൊളി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്ത് സാമ്പിൾസിനെ സെലക്ട് ചെയ്തു. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 സ്റ്റെപ്സ് ആണ്. ആൻഡ് നാലാമത്തെ സ്റ്റെപ്പ് എന്താണ് വരുന്നത്? സാമ്പിൾസിന് കിട്ടിക്കഴിയുന്നതിന് ശേഷം നമ്മൾ ആ സാമ്പിൾസിൽ തന്നെ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പോവുകയാണല്ലേ? യെസ്, അടിപൊളി. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് സെലക്ട് ചെയ്യുന്നത്? യൂണിറ്റ് ഓഫ് അനാലിസിസ് ആണ്. അഞ്ചാമത്തേത് എന്താ വരിക? യൂണിറ്റ് ഓഫ് അനാലിസിസ് നമുക്ക് കിട്ടി. യെസ്, അടുത്തത് നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു കോണ്ടന്റിനെ കാറ്റഗറൈസ് ചെയ്യാണ് അല്ലെ? ഡിഫറെന്റ് ആയിട്ടുള്ള നേച്ചർ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിസിൽ നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള വാരിയബിൾസ് വെച്ചിട്ട് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് വരുന്നത്? യെസ്, നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? അതിന് ക്വാണ്ടിഫിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ അതിന് ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? സോ ക്വാണ്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത്? യെസ്, നമുക്ക് കോഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടാവും അല്ലെ? അപ്പൊ അവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ അഡ്വർടൈസ്മെന്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് വെച്ചിട്ട് അവർക്കൊരു പൈലറ്റ് സ്റ്റഡി നടത്തുന്നു എന്നുള്ളതാണ് അല്ലെ? അടുത്ത സ്റ്റെപ്പ് എന്താ വരുന്നത്? യെസ്, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് 2014 മുതൽ ഈ ഒരു ടേം വരെ നമ്മളോട് കോണ്ടന്റ് അനാലിസിസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ ഇത്തവണ എന്താണ് നമ്മളോട് കോണ്ടന്റ് അനാലിസിസ് ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ബുക്ക് അതിന്റെ ഓതറും ചോദിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, അടുത്തത് എന്ത് ചെയ്യാണ്? കോണ്ടന്റിനെ കോഡ് ചെയ്യാണ്. ദെൻ ഫൈനൽ 2 സ്റ്റെപ്സ് എന്തൊക്കെയാണ് വരുന്നത്? അടിപൊളി. ഡാറ്റ അനലൈസ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? കൺക്ലൂഡ് ചെയ്യുന്നു. ഇതാണ് കോണ്ടന്റ് അനാലിസിസിന്റെ സ്റ്റെപ്സ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ? സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഇത്രയും ഭാഗങ്ങളായിരുന്നു.
ബുക്സ് ആൻഡ് ഓതേഴ്സ് റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളോട് എല്ലാ ടേമിലും ഇപ്പൊ ചോദിക്കുന്നുണ്ട്, കുറച്ചധികം ചോദിക്കുന്നുണ്ട്. എംപറിസിസം എന്താണ്, റാഷണലിസം എന്താണ്, സിംബോളിക് ഇന്ററാക്ഷണലിസം, അതുപോലെ തന്നെ പോസ്റ്റ് മോഡേണിസം, ഒബ്ജക്റ്റിവിസം, ഗ്രൗണ്ടഡ് തിയറി, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലായിരുന്നു ഉള്ളത്. ഡിസംബർ 2024 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്തായിരുന്നു ഇതിന്റെ ഓർഡർ ഓർക്കുന്നുണ്ടോ? ക്ലസ്റ്റർ അനാലിസിസിന്റെ സ്റ്റെപ്സ് ആണ് താഴെ തന്നിട്ടുള്ളത്. അതിനെ സീക്വൻഷ്യലി അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പണി എന്ന് പറയുന്നത്. ആൻഡ് എന്താണ് ക്ലസ്റ്റർ അനാലിസിസ് എന്ന് പറയുന്നത്? ക്ലസ്റ്റർ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യെസ്, ക്ലസ്റ്റർ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഗുഡ്, റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപോലെ പോകുന്ന അല്ലെങ്കിൽ ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വാരിയബിൾസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലസ്റ്റർ അനാലിസിസ് എന്ന് പറയുന്നത് അല്ലെ. യെസ്, ക്ലസ്റ്റർ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗ്രൂപ്പിംഗ് ഓഫ് വാരിയബിൾസ് ദാറ്റ് ബിഹേവ് ലൈക്ക് എന്നുള്ളതാണ്. ഒരേ സ്വഭാവമുള്ള വാരിയബിൾസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലസ്റ്റർ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ 3 കൺസെപ്റ്റുകളിലാണ് അറിഞ്ഞിരിക്കേണ്ടത് അല്ലെ. ഒന്നാമത്തേത് ക്ലസ്റ്റർ അനാലിസിസ് എന്താണ്, രണ്ടാമത്തേത് കോറിലേഷൻ എന്താണ്. പേപ്പർ 1ലും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടെർമിനോളജി ആണ് കോറിലേഷൻ എന്ന് പറയുന്നത്. കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ഒന്നും അല്ല അല്ലെ. കോറിലേഷൻ അല്ലെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? റിലേഷൻഷിപ്പ് ആണ് അല്ലെ. ആര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്? 2 വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോറിലേഷൻ അല്ലെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് അല്ലെ. ഇനി കോറിലേഷന്റെ റേഞ്ച് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ റേഞ്ച് എങ്ങനെയാണ് വരുന്നത്? ഏതൊക്കെ വാല്യൂസ് ആണ് നമ്മൾ കോറിലേഷനിൽ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്? ഇറ്റ് റേഞ്ചസ് ഫ്രം, യെസ് വെരി ഗുഡ്, -1 to +1 എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഏത് രീതിയിലാണെങ്കിലും നമുക്ക് എന്താണ് ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ -1 മുതൽ +1 അല്ലെങ്കിൽ +1 വരെയാണ് നമ്മളുടെ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന സമയത്ത് അതിന്റെ വാല്യൂ +1 മുതൽ -1 മുതൽ +1 വരെയാണ്. അതില് 1 എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? 1 എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഓർമ്മിക്കേണ്ടത് ഇവിടെ പെർഫെക്റ്റ് പോസിറ്റീവ് ലീനിയർ കോറിലേഷൻ ആണ് അല്ലെ. പെർഫെക്റ്റ് പോസിറ്റീവ് ലീനിയർ കോറിലേഷൻ ആണ് +1 കാണിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാരിയബിൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അടുത്ത വാരിയബിൾ എന്ത് ചെയ്യും? പ്രപ്പോർഷണലി ഇൻക്രീസ് ചെയ്യും. അവിടെ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ +1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പെർഫെക്റ്റ് പോസിറ്റീവ് ലീനിയർ കോറിലേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെർഫെക്റ്റ് നെഗറ്റീവ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ലീനിയർ കോറിലേഷൻ എന്നാണ് -1 നമ്മൾ പറയുന്നത്. സോ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു വാരിയബിൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് മറ്റേ വാരിയബിൾ എന്താ ചെയ്യുക? നെഗറ്റീവ് ആണ് അവരുടെ റിലേഷൻഷിപ്പ്. അപ്പൊ ഒരിക്കലും അവരെന്ത് ചെയ്യില്ല? ടുഗെദർ മൂവ് ചെയ്യില്ല. പകരം ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അവർ മൂവ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അതായത് ഒരു വാരിയബിൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് മറ്റേ വാരിയബിൾ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ -1 എന്ന് പറയുന്നത്. പുതുതായിട്ട് ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ നമ്മൾ MCJ ക്ലാസ്സിൽ തന്നെ ആണ് ഇട്ടുള്ളത്. റിസർച്ചിൽ 2024 ഡിസംബറിൽ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതിലാണ് സിമ്പിൾ ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ക്ലസ്റ്റർ അനാലിസിസ് അതിന്റെ സ്റ്റെപ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. മൈക്ക് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഞാനൊന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ -1 എന്ന് പറയുന്നത് പെർഫെക്റ്റ് നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ലീനിയർ കോറിലേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്തതാണ് 0 എന്ന് പറയുന്ന വാല്യൂ അല്ലെ. സെക്കൻഡ്, 0 എന്ന് പറയുന്ന വാല്യൂയുടെ പ്രത്യേകത എന്താണ്? 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൺ എന്നുള്ളതാണല്ലോ അർത്ഥം. അപ്പം 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? there is no relationship between 2 variables. അതാണ് 0 എന്ന് പറയുന്നത്. ആൻഡ് നമുക്കറിയാം -1 മുതൽ
+1 വരെ വരുന്നത് കൊണ്ട് ഇൻ ബിറ്റ്വീനും നമുക്ക് വാല്യൂസ് ഉണ്ട് അല്ലെ. അതായത് 0 മുതൽ +1 വരെ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് 0 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ -1 വരെ ഉണ്ട്. അപ്പൊ അവിടെയും എന്താണ് പോസിറ്റീവ് കോറിലേഷനും നെഗറ്റീവ് കോറിലേഷനും തന്നെയാണ് കാണിക്കുന്നത്. +1ലേക്ക് അടുക്കും തോറും, അതായത് +1ന് ഏറ്റവും അടുത്തുള്ള വാല്യൂ ആണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്താണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക, ഒരു പെർഫെക്റ്റ് കോറിലേഷൻ തന്നെയാണ്. ദെൻ -1ലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ എന്താണ് നെഗറ്റീവ് കോറിലേഷൻ ഓഫ് വാരിയിങ് ലെങ്ത് ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ കോറിലേഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പിനെ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത് അല്ലെ. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടോ? നമ്മളിത് മുന്നേ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഈ രീതിയിൽ പറഞ്ഞു പോയിട്ടുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും നമ്മൾ നോക്കുന്നുണ്ടാവും. ഇത് ക്ലിയർ ആണോ? എന്താണ് ക്ലസ്റ്റർ അനാലിസിസ്? ഒരേ സ്വഭാവമുള്ള ക്ലസ്റ്റേഴ്സിനൊക്കെ നമ്മൾ ഒരുമിച്ചാക്കുന്നു. ആൻഡ് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് രണ്ട് വാരിയബിൾസ് ഒരുമിച്ച് മൂവ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂസിനെ എങ്ങനെയാണ് പറയുന്നത്, -1 മുതൽ +1 വരെയാണ് പറയുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് കോറിലേഷൻ മാട്രിക്സ്? എന്താണ് നമ്മൾ കോറിലേഷൻ മാട്രിക്സ് എന്ന് പറഞ്ഞത്? സിമ്പിൾ ആണല്ലേ. കോറിലേഷൻ മാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു ടേബിൾ ആണ്. ആ ടേബിൾ എന്താണ് കാണിക്കുന്നത്? കോറിലേഷൻ മാട്രിക്സ് ഈസ് എ ടേബിൾ ദാറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ വാരിയബിൾസ് എന്നുള്ളതാണ് അല്ലെ. മൾട്ടിപ്പിൾ വാരിയബിൾസ്, യെസ്, മൾട്ടിപ്പിൾ വാരിയബിൾസ് അതിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ടേബിൾ ആണ് എന്തെന്ന് പറയുന്നത്, കോറിലേഷൻ മാട്രിക്സ് എന്ന് പറയുന്നത്. നോക്കുക, എ ടേബിൾ ദാറ്റ് ഡിസ്പ്ലേസ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ വാരിയബിൾസ് ഇൻ എ ഡേറ്റാ സെറ്റ്. ഓക്കെ, നമ്മളിവിടെ പറയുന്നത്, ഈ പറഞ്ഞിട്ടുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റിനെ കാണിക്കുന്ന ഒരു ടേബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോറിലേഷൻ മാട്രിക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണെന്നുള്ളത്. അപ്പൊ ഇതിൽ ആദ്യം ഏതാണ് വരുന്നത്? ഈ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെഗറ്റീവ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന വാരിയബിൾസ് ആണെങ്കിൽ ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? If some variables have negative sum of correlation in the correlation matrix, നമ്മൾ എന്താണ് ചെയ്യുക? Reflect the variables to get maximum sum of positive correlation. ഓക്കെ, അപ്പൊ ക്ലസ്റ്റർ അനാലിസിസിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലുക്ക് ഫോർ നെഗറ്റീവ് കോറിലേഷൻസ് അല്ലെ. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ ജനറലി അതിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും വരിക? വെരി ഗുഡ്. കോറിലേഷൻ കോഎഫിഷ്യന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? അതായത് പെർഫെക്റ്റ് നെഗറ്റീവ് ഓർ ഇൻവേഴ്സ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ വാല്യൂ എത്രയാ വരിക? യെസ്, ജനറലി -1 ആണ് പെർഫെക്റ്റ് പറയുമ്പോൾ വരിക. ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ 0യിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ -1 വരെയുള്ള വാല്യൂസ് ആണ് വരിക. സോ ക്ലസ്റ്റർ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ഓർമ്മ വരേണ്ടത്, നെഗറ്റീവ് ആയിട്ടുള്ള സംഗതികൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഇൻവേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുക, ഫ്ലിപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ പറയും. അത് ചെയ്തിട്ട് നമ്മൾ എന്താക്കുകയാണ്? റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അടുത്തത് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. ഇനി നിങ്ങൾക്ക് കണക്ട് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്തത് ഫൈൻഡ് ഔട്ട് ദ ഹയസ്റ്റ് കോറിലേഷൻ ഇൻ ദ കോറിലേഷൻ മാട്രിക്സ് ദ ടു വാരിയബിൾസ് ഇൻവോൾവ്ഡ് ഫ്രം ദ ന്യൂക്ലിയസ് ഓഫ് ദ ഫസ്റ്റ് ക്ലസ്റ്റർ. ആ ഒരു സെന്റൻസ് കേട്ടിട്ട് നിങ്ങൾ ഭയങ്കര എന്താ പറയാ, ഇതെന്തോ വലിയൊരു സംഭവമാണെന്ന് വിചാരിക്കേണ്ട. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ചെയ്യുന്നത്? സെക്കൻഡ് സ്റ്റെപ്പ് നോക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് നമ്മൾ പറഞ്ഞത്? നെഗറ്റീവ് കോറിലേഷൻസ് നോക്കുന്നു, അതിനുശേഷം നമ്മൾ അത് റിഫ്ലക്ട് ചെയ്യുന്നു. റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് എന്താവുന്നു? അവിടെ നമ്മൾ പോസിറ്റീവ് റിലേഷൻഷിപ്പ് എൻഷുർ ചെയ്യുന്നു. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഹയസ്റ്റ് കോറിലേഷൻ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ഹയസ്റ്റ് കോറിലേഷൻ ഐഡന്റിഫൈ ചെയ്യുക. അതാണ് നമ്മളുടെ ഫസ്റ്റ് ക്ലസ്റ്ററിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? റിസർച്ചിൽ വേറെ ടെർമിനോളജി ഒന്നല്ല കേട്ടോ. ജനറലി ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? ഹയസ്റ്റ് കോറിലേഷൻ ഉള്ള രണ്ട് വാരിയബിൾസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ജനറലി രണ്ട് വാരിയബിൾസിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് ക്ലസ്റ്ററിന്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത്. ഇവരായിരിക്കും ഫസ്റ്റ് ക്ലസ്റ്ററിൽ ആദ്യം പ്ലേസ് ചെയ്യപ്പെടുക. ഓക്കെ, അതായത് സ്ട്രോങ്സ്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കണം. അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെ രണ്ടുപേരെയും ഒരുമിച്ച്
ഒരു ക്ലസ്റ്ററിലേക്ക് ഇടുന്നു. അവരെന്ത് ചെയ്യുന്നു? അവരാണ് ഫസ്റ്റ് ക്ലസ്റ്ററിന്റെ കോർ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് വരുന്നത്? അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് ആഡ് വാരിയബിൾസ് ദാറ്റ് കോറിലേറ്റ് വിത്ത് ദീസ് ടു. അപ്പം ഓൾറെഡി നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള രണ്ട് വാരിയബിൾസിനെ നമ്മൾ അവിടെ പ്ലേസ് ചെയ്തു. അവരാണ് നമ്മുടെ ഫസ്റ്റ് ക്ലസ്റ്ററിന്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ എന്താ ചെയ്യുന്നത്? അതുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്ന അടുത്തൊരു വാരിയബിളിനെ കണ്ടുപിടിക്കുന്നു. അത് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ക്ലസ്റ്റർ എക്സ്പാൻഡ് ചെയ്യുന്നു. അത്രയും സ്ട്രോങ്ങസ്റ്റ് റിലേഷൻഷിപ്പ് ഉള്ള വാരിയബിൾ ആണെങ്കിൽ അതും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു, നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. അടുത്തത് എന്താ ചെയ്യുന്നത്? ഫൈൻഡ് എ ന്യൂ പെയർ വിത്ത് ഹൈ കോറിലേഷൻ ബട്ട് ലോ കോറിലേഷൻ വിത്ത് ദ ഫസ്റ്റ് ക്ലസ്റ്റർ. ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അടുത്ത രണ്ട് വാരിയബിൾസ് എന്ന് പറയുന്നത് അവര് തമ്മിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. ലൈക്ക് സ്ട്രോങ് ആയിട്ടുള്ള എന്തായിരിക്കും? പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. പക്ഷെ ആദ്യത്തെ ക്ലസ്റ്ററുമായിട്ട് അത്രത്തോളം റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കോറിലേഷൻ അവർ തമ്മിൽ ഉണ്ടാവില്ല. അപ്പൊ അടുത്ത പ്രോസസ് എന്താണ്? സെക്കൻഡ് ക്ലസ്റ്റർ എടുക്കുന്നു. ദെൻ എന്താണ് പറയുന്നത്? ഈ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പ്രൊസീഡ് ഓൺ സിമിലർ ലൈൻസ് ഫോർ എ തേർഡ് ക്ലസ്റ്റർ ആൻഡ് സോ ഓൺ. അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻ ബിറ്റ്വീൻ അവിടെ ഒരു സ്റ്റെപ്പ് വരാം അല്ലെ? സെക്കൻഡ് ക്ലസ്റ്റർ ഫോം ചെയ്യുന്നു. ദെൻ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം? അത് എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിൽ അടുത്ത ഒരു സെറ്റ് ഓഫ് വാരിയബിൾസിനെ നോക്കാം. കോറിലേറ്റ് ചെയ്യുന്ന, അതായത് സെക്കൻഡ് ക്ലസ്റ്ററുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്ന അടുത്ത സെറ്റ് ഓഫ് വാരിയബിൾസിനെ നോക്കാം. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന പ്രോസസ് ആണ് ക്ലസ്റ്റർ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുന്നു. ദെൻ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കോറിലേഷൻ കാണിക്കുന്ന വാരിയബിൾസിനെ നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്കുന്നു. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതുമായിട്ട് ചെറുതായിട്ട് കോറിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ചെറുതായിട്ട് എന്നല്ല, അതുമായിട്ടൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് കാണിക്കുന്നു കോറിലേറ്റ് ചെയ്യുന്ന വാരിയബിൾസിനെ നമ്മളത് അവിടത്തേക്ക് ആഡ് ചെയ്ത് അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു ഫസ്റ്റ് ക്ലസ്റ്ററിനെ. ഓക്കെ, ആദ്യം സെലക്ട് ചെയ്ത രണ്ടാളാണ് ഇതിന്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ കോറിലേറ്റ് ചെയ്യുന്ന ഒരാളെയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു, അത് എക്സ്പാൻഡ് ചെയ്തു. അടുത്ത നമ്മൾ എന്താ ചെയ്യുന്നത്? സെക്കൻഡ് ക്ലസ്റ്റർ ഉണ്ടാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ആ ഒരു സെക്കൻഡ് ക്ലസ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ആ ക്ലസ്റ്ററിന്റെ ഉള്ളിലുള്ള ആൾക്കാരൊക്കെ തമ്മിൽ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. പക്ഷെ ഫസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് റിലേഷൻഷിപ്പ് അത്രത്തോളം സ്ട്രോങ് ആയിരിക്കില്ല. ഒരു സ്ട്രോങ്ങിൽ നിന്നൊരു മോഡറേറ്റിലേക്കൊക്കെ പോകുന്നുണ്ടാവും എന്നുള്ളതാണ്. ദെൻ ഇങ്ങനെ എന്ത് ചെയ്യാണ്? സെക്കൻഡും തേർഡും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നതിനെയാണ് ക്ലസ്റ്റർ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണോ? ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾ പഠിച്ചപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ടല്ലോ അല്ലെ? സിമ്പിൾ ആയിരുന്നില്ലേ ക്വസ്റ്റ്യൻ? അന്നേരം സിമ്പിൾ ആയിരിക്കില്ല, ഇപ്പം ഇത് സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടോ? എന്താണ് അവസ്ഥ? സോ ഇനി ഒരിക്കലും ക്ലസ്റ്റർ അനാലിസിസിന്റെ സ്റ്റെപ്സ് കാണുമ്പോൾ നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാണ്. ഇവിടെ അതായത് 3 വാരിയബിൾസ് ആണ് എടുത്തിട്ടുള്ളത്. എന്തൊക്കെ വാരിയബിൾസ് ആണ് വരുന്നത്? ഒന്ന്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം. ദെൻ ആഡ്സ് വ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സെക്കൻഡ് വാരിയബിൾ. അതായത് നമ്മൾ എത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിൽ നമ്മൾ എത്രത്തോളം ആഡ്സ് കാണുന്നുണ്ട്, ആ കാണുന്ന ആഡ്സ് എത്രത്തോളം പെർച്ചേസസിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് അല്ലെ? നമുക്കറിയാം, നമ്മളിപ്പം യൂട്യൂബ്, നിങ്ങൾ പ്രീമിയം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമുക്ക് എന്തായാലും നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് അവിടെ ആഡ് കാണും അല്ലെ? അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൺസ്യൂം ചെയ്യുന്ന ടൈം, നമ്മൾ കാണുന്ന ആഡ്, നമ്മൾ നടത്തുന്ന പെർച്ചേസ്, ഇത് മൂന്നുമാണ് നമ്മളുടെ 3 വാരിയബിൾസ് എങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ വെച്ചിട്ടാണ് നമ്മൾ ഈ കോറിലേഷൻ ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ടാവുക കേട്ടോ. ഒരിക്കലും മാനുവലി ചെയ്യാന്നുള്ള രീതിയിലല്ല. നമ്മൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ വെച്ചിട്ട് നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മളുടെ ഡേറ്റാ ബേസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നു എന്താണ് സോഷ്യൽ മീഡിയ ടൈമും ആഡ്സ് വ്യൂഡും തമ്മിലുള്ള കോറിലേഷൻ എന്ന് പറയുന്നത് 0.85 ആണ്. ഓക്കെ, അപ്പൊ അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാ വരുന്നത്? 0.85 എന്ന് പറയുന്നത് ഈ ഒരു കോറിലേഷൻ മാട്രിക്സിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അതെന്താണ്? ക്ലോസ് ടു 1 ആണ് അല്ലെ? അതുകൊണ്ട് തന്നെ അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി യെസ് വെരി പോസിറ്റീവ് ആണല്ലേ? അതായത് വെരി പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? നമ്മൾ കൂടുതൽ ടൈം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ആഡുകൾ കാണും. അതാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ റിസൾട്ട് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ് പറയുന്നത്? ആഡ്സ് വ്യൂഡും പെർച്ചേസസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. ഓക്കെ, ആഡ്സ് വ്യൂഡും പെർച്ചേസസും നോക്കുന്ന സമയത്ത്
അതെന്താണ്? കുറച്ചുകൂടെ കുറവാണ് അല്ലെ. 0.70 ആണ്. അത് സ്ട്രോങ് ആണ്, ബട്ട് നോട്ട് ദാറ്റ് സ്ട്രോങ് ആസ് ഇൻ ദ ഫസ്റ്റ് വൺ അല്ലെ. അവിടെ എന്താ, സോഷ്യൽ മീഡിയ ടൈമും ആഡ്സ് വ്യൂഡും തമ്മിലുള്ള കോറിലേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആഡ്സ് വ്യൂഡും പെർച്ചേസസും തമ്മിലുള്ള കോറിലേഷൻ എന്ന് പറയുന്നത് അത് കുറച്ച് കുറവാണ്. സോ അവിടെ എന്താണ്, സ്ട്രോങ് ആണ്. ആൻഡ് സോഷ്യൽ മീഡിയ യൂസും പെർച്ചേസസും വെച്ച് നോക്കുമ്പോൾ അതെന്താണ്, കുറച്ചുകൂടെ കുറഞ്ഞു അല്ലെ. അതെന്താണ്, കുറച്ചുകൂടെ കുറഞ്ഞു, -1ലേക്ക് ഇങ്ങനെ പോവാൻ തുടങ്ങുകയാണ്. അത്രത്തോളം ഇല്ല, എന്നാൽ പോലും എന്താണ്, അതൊരു മോഡറേറ്റ് ആണ് അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് ക്ലസ്റ്ററിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? ഓക്കെ, ഇതാണ് ഇവരുടെ റിലേഷൻഷിപ്പ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോം ചെയ്യുന്ന ആദ്യത്തെ ക്ലസ്റ്ററിൽ ഏത് 2 വാരിയബിൾസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക? ഇത് ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത്രയും പഠിച്ചിട്ടില്ല ഞാൻ വിചാരിക്കും കേട്ടോ. വെരി ഗുഡ്. ഏതൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക? സോഷ്യൽ മീഡിയ ടൈമും ആഡ്സ് വ്യൂഡും അല്ലെ. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കൂടുതൽ സ്ട്രോങ്, +1 അടുത്ത് വരുന്നത്. യെസ്, അടിപൊളി. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ സോഷ്യൽ മീഡിയ ടൈമും ആഡ്സ് വ്യൂഡുമാണ് ഇതിൽ വരുന്നത്, നമ്മളുടെ ഫസ്റ്റ് ക്ലസ്റ്ററിൽ വരുന്നത്. അടുത്തത് പെർച്ചേസസ് നോക്കുന്ന സമയത്ത് കുറച്ച് കുറവാണല്ലേ. അപ്പൊ ചിലപ്പോൾ നമ്മൾ പെർച്ചേസസിന് എന്തായിരിക്കും ചെയ്യുക, അടുത്ത ക്ലസ്റ്ററിൽ ഇടുകയായിരിക്കും ചെയ്യുക. അത്രത്തോളം സ്ട്രോങ് അല്ല. പെർച്ചേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെർച്ചേസിന്റെ ഫ്രീക്വൻസിയോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ആ ഒരു പെർച്ചേസിന് കൂട്ടായിട്ട് നമ്മൾ സെക്കൻഡ് ക്ലസ്റ്ററിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പം ഇതാണ് സംഗതി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയല്ലോ അല്ലെ. ഇനി ക്ലസ്റ്റർ അനാലിസിസിന്റെ സ്റ്റെപ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു തരുമല്ലോ അല്ലെ. നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ആക്കുന്നു, ഹയസ്റ്റ് കോറിലേഷൻ കണ്ടുപിടിക്കുന്നു, അവരെ ഒരു ടീം ആക്കുന്നു, അവരുടെ ടീമിൽ ആരെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് നമ്മൾ അവരുടെ ടീമിലേക്ക് ഒരാളെ കൂടെ കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ആ ഒരു ക്ലസ്റ്ററിനെ എക്സ്പാൻഡ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെന്താണ്, അവരുമായിട്ട് അധിക ബന്ധമില്ലാത്ത രണ്ടാമത്തെ ഒരു ക്ലസ്റ്ററിന് നമ്മൾ ഫോം ചെയ്യുന്നു. ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, ക്ലസ്റ്റർ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ 2024 ഡിസംബറിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Oh, hope it is clear. Which of these are primarily not qualitative data analysis softwares? എന്താണ് ചോദിച്ചിട്ടുള്ളത്? ക്വാളിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? അതിന്റെ അർത്ഥം ഇവിടെ തന്നിട്ടുള്ള ആ ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസ് സോഫ്റ്റ്വെയർസ് ആണ്. ബാക്കി ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾ എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും SPSS എന്ന് പറയുന്നത് അല്ലെ. SPSS എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആണോ ക്വാണ്ടിറ്റേറ്റീവ് ആണോ? SPSS അതിന്റെ എക്സ്പാൻഷൻ അറിയെങ്കിൽ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഈസി ആയിട്ട്. അത് എന്താണ്? യെസ്, വെരി ഗുഡ്. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസ് സോഫ്റ്റ്വെയർ ആണ് അല്ലെ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ക്വാളിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസ് സോഫ്റ്റ്വെയർ. സോ എ ഇൻക്ലൂഡഡ് ആണ്. വേറെ ഏതാ, നിങ്ങൾ ഏതാ ഓപ്ഷൻ പറഞ്ഞത്? എയും യെസ്, അതായത് എയും ഡിയും എന്നുള്ളത് അല്ലെ. യെസ്, എയും ഡിയും ആണ് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കും? SPSS എന്ന് പറയുന്നതും ജാമോവി എന്ന് പറയുന്നതും, ജാമോവി ലൈക്ക് സ്പ്രെഡ്ഷീറ്റ് പോലുള്ള ഒരു ടൂൾ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? ഇത് രണ്ടും ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി എന്താണ്? ഡെഡ്യൂസ് എന്ന് പറയുന്നതും atlas.ti എന്ന് പറയുന്നതും NVivo എന്നൊക്കെ പറയുന്നത് എന്താണ്? ക്വാളിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസ് സോഫ്റ്റ്വെയർ ആണ്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത്. ഒരുപാട് പേര് കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, അപ്രിസിയേഷൻസ്. അടുത്ത നമ്മൾ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ്, അതുപോലെ തന്നെ എന്താണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും നമ്മൾ നോക്കുന്ന സമയത്ത്
നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഡേറ്റ, അല്ലെ? ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താണ് പറയുന്നത്? അത്രേ ഉള്ളൂ അല്ലെ? അതായത് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നോൺ ന്യൂമറിക്കൽ ആണ്. യെസ്, ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്ന സമയത്ത് നോൺ ന്യൂമറിക്കൽ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്ന സമയത്ത് ന്യൂമറിക്കൽ ആണ്. അതാണ് നമ്മളുടെ നേച്ചർ ഓഫ് ഡേറ്റയിൽ നമ്മൾ പഠിക്കുന്നത്, അല്ലെ? അതായത് നോൺ ന്യൂമറിക്കൽ ആണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഒബ്സർവേഷൻസ്, ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് അതൊരു പരിധിവരെ എന്താണ്? സബ്ജക്റ്റീവ് മീനിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ കോണ്ടന്റ് അനാലിസിസ് ഒക്കെ എന്താണ്? ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആയിട്ടാണ് അവിടെ പറയുന്നത്. ദെൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താ വരുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്ന സമയത്ത് ന്യൂമറിക്കൽ ആണ്. ന്യൂമറിക്കൽ ഡാറ്റയുടെ പ്രത്യേകത എന്താണ്? ദാറ്റ് ക്യാൻ ബി മെഷേർഡ് അല്ലെങ്കിൽ കൗണ്ടഡ് എന്നുള്ളതാണ്, അല്ലെ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആയിട്ടും അവിടെ ഡേറ്റേനെ മെഷർ ചെയ്യാൻ പറ്റും. നമ്മൾ പെർസെന്റേജിൽ പറയാന്ന് പറഞ്ഞു. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് യെസ്, SPSS പോലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള അനാലിസിസ് ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് മെത്തേഡ്സ് പറയാൻ പറ്റുമോ? ലൈക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് പറയാൻ പറ്റും. ടൂൾസ്, സോഫ്റ്റ്വെയർസ് അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. എന്തൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ വരുന്നത് ജനറലി ന്യൂമറിക്കൽ ഡാറ്റ വരുന്ന സമയത്ത്? കേട്ടിട്ടുണ്ടാവില്ലേ? യെസ്, വെരി ഗുഡ്. എഫ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, കൈസ്ക്വയർ, അനോവ, ഇങ്ങനത്തെ സംഗതികളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ആരും പേടിക്കണ്ട കേട്ടോ, ഇതൊന്നും നമ്മളോട് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ അല്ല. ഇതിന്റെ ഒക്കെ തിയോറിറ്റിക്കൽ ആസ്പെക്ട് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വരിക. 2024 ഡിസംബറിൽ എന്തോ കുറച്ചധികം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പാരാമെട്രിക്, നോൺ പാരാമെട്രിക് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ സ്റ്റെപ്സ് നമുക്കിത് നോക്കാം. അപ്പം ജനറലി ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്ന സമയത്ത് വേർഡ്സ്, ഇമേജസ്, ടെക്സ്റ്റ്, വീഡിയോ, ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ ഡേറ്റയുടെ നേച്ചർ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഡേറ്റ റെപ്രസെന്റ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും. ദെൻ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലുണ്ടാവും അല്ലെ? നമ്മൾ ഈ പറഞ്ഞ പോലെ PGയിൽ ഡെസിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പ്രധാനമായിട്ടും നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവും എന്താണ്? ടേബിൾസ്, ഗ്രാഫ്സ്, കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഡാറ്റേനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ എന്താണ്? ഡേറ്റ കളക്ഷൻ മെത്തേഡ്സിലും ഡിഫറൻസ് ഉണ്ട്. ഇന്റർവ്യൂസ്, ഫോക്കസ് ഗ്രൂപ്പ്, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഒബ്സർവേഷൻസ് ഒക്കെയാണ് മെയിൻലി നമ്മൾ ക്വാളിറ്റേറ്റീവിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ, ക്വാണ്ടിറ്റേറ്റീവിൽ വരുന്ന സമയത്ത് സർവേസ്, എക്സ്പെരിമെന്റ്സ് ആൻഡ് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻസ് ഒക്കെയാണ് വരുന്നത്. ഇതൊക്കെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ദെൻ ഡാറ്റ അനാലിസിസ് അപ്രോച്ച് എന്ന് പറയുന്ന സമയത്ത്, ഡേറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് ഹൗ ആൻഡ് വൈ എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ ഒരു ഫോക്കസ് കൊടുക്കുന്നുണ്ട്. അവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? തീംസ്, പാറ്റേൺസ് ആൻഡ് മീനിങ്സ് യൂസിങ് കോഡിംഗ് ഓർ കോണ്ടന്റ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു സാധനം, അല്ലെ? നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? അവിടെ നമ്മൾ എന്താണ് ചെയ്യുക? തീം എന്താണ്, പാറ്റേൺ എന്താണ്, ഇതിനൊക്കെയാണ് ക്വാളിറ്റേറ്റീവില് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ടെസ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഗിവ്സ് ജനറലൈസബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് ജനറലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നടത്തിയിട്ടുള്ള ഒരു റിസർച്ചിനെ ജനറലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? ആൻഡ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ടെർമിനോളജി എന്തായിരുന്നു? നമ്മളുടെ റിസൾട്ടിനെ ഔട്ട്സൈഡ് പോപ്പുലേഷനുമായിട്ട് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് നമ്മൾ റിസർച്ചിൽ എന്താണ് പറയാ? വെരി ഗുഡ്, എക്സ്റ്റേണൽ വാലിഡിറ്റി എന്നാണ് പറയാ അല്ലെ? അതായത് എന്താണ്? നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു റിസർച്ചിന്റെ റിസൾട്ട്, നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എത്രത്തോളം ബാക്കിയുള്ള പോപ്പുലേഷനിൽ ആപ്ലിക്കബിൾ ആണ് എന്നുള്ളൊരു കാര്യമാണ്. സോ ജനറലൈസബിലിറ്റിനെ നോക്കുന്ന സമയത്ത് ഗിവ്സ് ഡീപ് ഡീറ്റെയിൽഡ് അണ്ടർസ്റ്റാൻഡിങ് ബട്ട് നോട്ട് ഈസിലി ജനറലൈസ്ഡ്. ബട്ട് നമ്മളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദ റിസൾട്ട്സ് ദാറ്റ് ക്യാൻ ബി ജനറലൈസ്ഡ് എന്നുള്ളതാണ്. ഇത് ഒരു ബേസിക് ആയിട്ടുള്ള ആയിട്ട് തന്നെയാണ് കേട്ടോ. എന്താണ് ക്വാളിറ്റേറ്റീവ് അതിന്റെ ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത് എന്താ? നമുക്ക് അറിയേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസ് ആണ് ഫോർ അനലൈസിങ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറയുന്നത്, അല്ലെ? ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം.
ഫസ്റ്റ് കോളത്തിലുള്ളത്, ഫസ്റ്റ് സൈഡിലുള്ളത് എന്താണ്? ക്വാളിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസ് സോഫ്റ്റ്വെയർസ് ആണ്. അതിൽ പെയ്ഡും ഫ്രീ ഓർ ഓപ്പൺ സോഫ്റ്റ്വെയർ എന്നുള്ള രീതിയിലൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലൊന്നും നമ്മളോട് റിസർച്ചിന്റെ ആസ്പെക്റ്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഓപ്ഷൻസിൽ തന്നെ കണ്ട മൂന്ന് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അല്ലെ. atlas.ti എന്ന് പറയുന്നത്, ഡെഡ്യൂസ് എന്ന് പറയുന്നതുണ്ട്, പിന്നെ എന്താണ് എൻവിവോ എന്ന് പറയുന്നതും നമുക്ക് ആ ഒരു ഓപ്ഷൻസിൽ കണ്ടിട്ടുള്ളതാണ്. ദെൻ മാക്സ്കോഡ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ വരുന്നുണ്ട്, QDA മൈനർ വരുന്നുണ്ട്, എലാൻ, ക്വാൽകോഡ്, ടാഗഡ്, ടാംസ് എന്നൊക്കെ പറയുന്നതാണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസ് സോഫ്റ്റ്വെയർസ്. ഓക്കെ, അപ്പൊ ഇത് അതുപോലെ തന്നെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡേറ്റ ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ അതിനെ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ക്വാണ്ടിറ്റേറ്റീവിൽ വന്നിട്ടുള്ളത്. SPSSന്റെ ഫുൾ ഫോം എന്താണ്? SPSS ആണെങ്കിലും പൈത്തൺ, SQL ഇതൊക്കെ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആണ്, അല്ലെങ്കിൽ സോറി ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയിലാണ്. SPSS എന്ന് പറയുന്നത് അറിയില്ലെങ്കിൽ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കാൻ, നമ്മളോട് പേപ്പർ 1ലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. SPSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ. ഓഹോ, അറിയില്ലായിരിക്കും. വേഗം സെർച്ച് ചെയ്തിട്ട് വരാ, വേഗം പറയാം. എന്താണ് SPSS? എന്തായാലും അറിഞ്ഞിരിക്കണം. സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ് എന്നുള്ളതാണ് SPSS വരുന്നത്. ആൻഡ് ഇതിന് ഓരോന്നിനും ഫുൾ ഫോം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ജോൺസ് മാക്കിൻടോഷ് പ്രോജക്ട് എന്ന് പറയുന്ന JMP വരുന്നുണ്ട്. അതുപോലെ തന്നെ SAS വരുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് സിസ്റ്റം. ബട്ട് അത്രക്കൊന്നും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയില്ല. അപ്പൊ പേരുകൾ ഇങ്ങനെ ഷോർട്ട് ആയിട്ട് പഠിക്കുക. JMP, SAS, SPSS, അതുപോലെ തന്നെ സ്റ്റാറ്റ, എക്സൽ, SQL, പൈത്തൺ, മാത്ത് ലാബ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. ക്വാണ്ടിറ്റേറ്റീവ് ആണ്, മാത്സ് ആണ്, ന്യൂമറിക്കൽ ആണെന്ന് വിചാരിച്ച് പഠിക്കാം. ദെൻ ഞാൻ പറഞ്ഞ പോലെ പൈത്തൺ ഉണ്ട്, R എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്, JASP യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ ഇനിയും വരികയാണെങ്കിൽ എങ്ങനെയാണ് വരിക? താഴെ തന്നിട്ടുള്ള സോഫ്റ്റ്വെയർസിൽ ഫ്രീ ആൻഡ് ഓപ്പൺ സോഫ്റ്റ്വെയർ എന്നൊന്നും ഒരിക്കലും റിസർച്ചിന്റെ ആസ്പെക്റ്റിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ക്വാളിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസ് സോഫ്റ്റ്വെയർസും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസ് സോഫ്റ്റ്വെയർസും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ടോ? ഇപ്പുറത്ത് കുറെ S ഒക്കെ ഉണ്ടല്ലേ, SAS, SPSS, സ്റ്റാറ്റ, മാത്ത് ലാബ്, പൈത്തൺ, എക്സൽ. ഇതൊക്കെ എക്സലും പൈത്തണും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പരിചയം വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ക്വാളിറ്റേറ്റീവിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക, കാരണം ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ എന്നല്ല, നോട്ട് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നാളെ ഞാൻ ക്ലാസ്സിൽ തലങ്ങും വിലങ്ങും ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഡേറ്റ അനാലിസിസ് സോഫ്റ്റ്വെയർസ് ഇത് ഏതാണ്? ക്വാളിറ്റേറ്റീവ് ആണോ ക്വാണ്ടിറ്റേറ്റീവ് ആണോ? ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. നിങ്ങൾ ഇത്തരത്തിലുള്ള വലിയ സെന്റൻസുകൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാതിരിക്കുക, അല്ല എന്ത് ചെയ്യുക? വായിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. വായിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആർക്കെങ്കിലും അനലിറ്റിക്കൽ ഇൻഡക്ഷൻ സ്ട്രാറ്റജി എന്താണെന്ന് അറിയോ? അനലിറ്റിക്കൽ ഇൻഡക്ഷൻ സ്ട്രാറ്റജി എന്താണെന്ന് അറിയോ? നമ്മളുടെ AI എന്നുള്ളത് തന്നെയാണ് കേട്ടോ അതിന്റെ ഷോർട്ട് ഫോം വരുന്നത്. ആർക്കെങ്കിലും അറിയുന്നുണ്ടോ? ഓക്കെ, അത് നിങ്ങൾ നോക്കണ്ട. താഴെ തന്നിട്ടുള്ള സ്റ്റെപ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വായിച്ചു നോക്കുക. ഡിഫൈൻ എ ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡെവലപ്പ് എ ഹൈപ്പോത്തീസിസ്. Study other cases until the hypothesis is in refined form. Look for negative cases that might disprove the hypothesis. Reformulate again. Continue until the hypothesis is adequately tested. Study a case to see whether the hypothesis works. If it doesn't work, reformulate it. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അതിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നുണ്ടോ? എന്ത് ചെയ്യാ? നിങ്ങൾ അതിനെ അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് പണി. എല്ലാവരും ആൻസർ ചെയ്യാട്ടോ. എന്തെങ്കിലുമൊക്കെ ആൻസർ ചെയ്താൽ മതി. കറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ആൻസർ ചെയ്യാം. ഓക്കെ,
ഇത്രപാട് ആൻസർ വന്നോ? ഓക്കെ, സി ആണ് ആൻസർ പറയുന്നത്. ഓക്കെ, അനലിറ്റിക്കൽ ഇൻഡക്ഷൻ സ്ട്രാറ്റജി അറിഞ്ഞിട്ടാണോ നിങ്ങൾ ആൻസർ ചെയ്തത്? അതും കൂടെ ഒന്ന് പറയണം കേട്ടോ. അല്ല, അപ്പം പണി സിമ്പിൾ ആണ്. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അനലിറ്റിക്കൽ ഇൻഡക്ഷൻ സ്ട്രാറ്റജി അറിയില്ല. പക്ഷെ നമ്മളുടെ ഓപ്ഷൻസിന്റെ ഒരു ടോൺ വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് പേര് ഓപ്ഷൻ സി എന്ന ആൻസർ പറഞ്ഞു. അതായത് എന്താണ്, അതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അതിനെ എന്തോ ഒരു സീക്വൻസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് നിങ്ങൾ ആൻസർ കറക്റ്റ് ആക്കിയിട്ടുള്ളത്. സോ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. ജൂൺ 2024 അതേ ക്വസ്റ്റ്യൻ ആണ് അവർ ഡിസംബർ 2024 എടുത്ത് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇനിയും ക്വസ്റ്റ്യൻ വന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടുത്തെ AI എന്ന് പറയുന്നത് അനലിറ്റിക് ഇൻഡക്ഷൻ ആണ്. ദാറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് റിസർച്ച് സ്ട്രാറ്റജി used to develop and refine causal explanations for phenomena by iteratively examining cases and testing hypotheses. അത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തു ഡിഫറെന്റ് ആയിട്ടുള്ള കേസുകളെ പഠിച്ചുകൊണ്ട് ആ ഹൈപ്പോത്തസിസിനെ നമ്മൾ റിഫൈൻ ചെയ്യാണ്, അല്ലെ? ആ ഹൈപ്പോത്തസിസിനെ നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, അനലിറ്റിക്കൽ ഇൻഡക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയാം. എന്താണ് ചെയ്യുന്നത്, ഇവിടെ പറഞ്ഞിട്ടുള്ള കോസൽ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരുപാട് കേസുകൾ നമ്മൾ അനലൈസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഹൈപ്പോത്തസിസിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഫൈനലി നമ്മൾ എന്ത് ചെയ്യുക, ആ ഇത്രയും ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഇത്രയും കേസസ് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഹൈപ്പോത്തസിസിനെ റീഫോർമുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനലിറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച്. അതുകൊണ്ട് തന്നെ അതിനെന്താണ്, ഒരു സീക്വൻസ് വരുന്നുണ്ട്. ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു ടെന്റേറ്റീവ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ ഉണ്ടാക്കുന്നു. എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. ദെൻ എന്താണ് ചെയ്യുന്നത്, ഒരു ഇനീഷ്യൽ കേസിന്റെ ബേസിൽ നമ്മൾ ടെന്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമ്മൾ ഉണ്ടാക്കിയ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് കുറച്ച് കേസുകൾ നമ്മൾ പഠിച്ചു നോക്കുന്നു. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്നത്, റിവൈസിംഗ് ദ ഹൈപ്പോത്തസിസ് ഓർ റീഡിഫൈനിങ് ദ ഫിനോമിനൻ ആസ് നീഡഡ് ടു അക്കോമഡേറ്റ് എനി കോൺട്രഡിക്ടറി എവിഡൻസ്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഹൈപ്പോത്തസിസ് ഡിഫറെന്റ് കേസുകളിൽ അപ്ലൈ ചെയ്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, നമ്മൾ ഉദ്ദേശിച്ച ഹൈപ്പോത്തസിസ് അല്ല, അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത ഹൈപ്പോത്തസിസ് അല്ല ഇതിന്റെ യഥാർത്ഥ കാരണം എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതെന്താണ്, നമ്മളുടെ ഹൈപ്പോത്തസിസ് ആയിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള നെഗറ്റീവ് കേസസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, അതും അംഗീകരിച്ചുകൊണ്ട് നമ്മളുടെ ഹൈപ്പോത്തസിസിനെ എന്ത് ചെയ്യാണ്, പെർഫെക്റ്റ് ആക്കുകയാണ്, റിഫൈൻ ചെയ്യാണ്. അതിനെയാണ് എന്ത് പറയുന്നത്, അനലിറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണോ? അതായത് ഇതാണ് ഇതിന്റെ ഒരു ബേസ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ആണോ? എന്താ നമ്മൾ ചെയ്യുന്നേ, നമ്മളുടെ ഹൈപ്പോത്തസിസിനെ കേസുകൾ എടുത്ത് പഠിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ റിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുക. യെസ്, ഒന്നുകൂടെ പറഞ്ഞുതരാം, ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അനലിറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു എക്സാമ്പിൾ വെച്ച് പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവാം. അതായത് നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ എടുക്കുക. നമ്മൾ ആദ്യം ഒരു ഫിനോമിനൻ ഡിഫൈൻ ചെയ്യുന്നു. ഞാൻ പറയുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് സ്റ്റുഡൻസ് ഓൺലൈൻ ക്ലാസ് ഡ്രോപ്പ് ചെയ്യുന്നു, ഇതാണ് എന്റെ പഠനം എന്ന് വിചാരിക്കുക. ഓക്കെ, എന്തുകൊണ്ട് സ്റ്റുഡൻസ് ഓൺലൈൻ ക്ലാസ് ഡ്രോപ്പ് ചെയ്യുന്നു, ഇതാണ് എന്റെ പഠനം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഞാൻ സെറ്റ് ചെയ്യുന്ന ഫിനോമിന. അതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു ഹൈപ്പോത്തീസിസ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഞാനൊരു ടെന്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുകയാണ്. അതായത് ഓൺലൈൻ ക്ലാസ്സിൽ കുട്ടികൾ ഡ്രോപ്പ് ചെയ്ത് പോവാൻ കാരണം എന്ന് പറയുന്നത് ടീച്ചർ ഇന്ററാക്ഷൻ കുറവായതുകൊണ്ടാണ്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, എന്റെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഇനീഷ്യൽ കേസിനെ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും. ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ് കോച്ചിങ്ങിന്റെ ഒരു സംഭവം പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണ്, കുട്ടികൾ ഡ്രോപ്പ് ചെയ്യാൻ, കോഴ്സ് ഡ്രോപ്പ് ചെയ്യാൻ പ്രധാനപ്പെട്ട ഒരു കാരണം ടീച്ചർ ഇന്ററാക്ഷൻ കുറയുന്നത് കൊണ്ടാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുന്നു ബേസ്ഡ് ഓൺ ദ ഇനീഷ്യൽ കേസ്. അടുത്തത് ഞാൻ എന്താ ചെയ്യുക, അഡീഷണൽ കേസസിൽ ഈ സംഗതി അപ്ലൈ ചെയ്ത് നോക്കുന്നു. വീണ്ടും എന്ത് ചെയ്യാണ്, ഞാൻ അടുത്തൊരു കേസ് എടുത്തിട്ട് ഇതേ സംഗതിനെ പഠിക്കുന്നു. പക്ഷേ ഞാൻ
കുറെ കേസസ് എടുത്ത് പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലാവുന്നു എന്താണ് നെഗറ്റീവ് കേസസ് ഉണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ഇന്ററാക്ഷൻ കൊണ്ട് മാത്രമല്ല എന്ത് ചെയ്യുന്നത്, കുട്ടികൾ ഡ്രോപ്പ് ചെയ്യുന്നേന്നുള്ളതാണ്. എന്താണ് പറയുന്നത്, ടീച്ചർ ഇന്ററാക്ഷൻ ഉണ്ടായിട്ട് പോലും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസ് കോഴ്സ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ എന്താണ് എന്റെ ഹൈപ്പോത്തസിസുമായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ എത്തിയത്. ഒരുപാട് കേസുകൾ പഠിച്ച് ഞാൻ മനസ്സിലാക്കുന്നു അവിടെ എന്താണ് ഒരു നെഗറ്റീവ് കേസ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് ഐഡന്റിഫൈ ചെയ്യുന്നു. ആൻഡ് ഇതിന്റെ ബേസിൽ, അതായത് ഞാൻ എന്താണ് മനസ്സിലാക്കിയത്, ഞാൻ പറയുന്നു കുട്ടികൾ ഡ്രോപ്പ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം, അതായത് ഇനീഷ്യൽ കേസിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്ത ഹൈപ്പോത്തസിസ് ആണ് കുട്ടികൾ ഡ്രോപ്പ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ടീച്ചർ ഇന്ററാക്ഷൻ കുറവായതുകൊണ്ടാണ്. ബട്ട് മൾട്ടിപ്പിൾ കേസസിൽ ഞാൻ എന്റെ ഹൈപ്പോത്തസിസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ടീച്ചർ ഇന്ററാക്ഷൻ ഉണ്ടായിട്ട് പോലും കുട്ടികൾ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, അവിടെ വേറെ കാരണങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ പഠിക്കുന്നു, അങ്ങനെ ഞാൻ എന്റെ ഹൈപ്പോത്തസിസ് റിഫൈൻ ചെയ്യുന്നു, എന്നിട്ട് ഞാനൊരു കൺക്ലൂഷനിൽ എത്തുന്നു. എന്താണ്, ലാക്ക് ഓഫ് എൻഗേജ്മെന്റ് കൊണ്ട് മാത്രമല്ല കുട്ടികൾ ലീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം അല്ലെ, ലാക്ക് ഓഫ് എൻഗേജ്മെന്റ് കൊണ്ടാണ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇന്ററാക്ഷൻ കൊണ്ടാണ് കുട്ടികൾ ലീവ് ചെയ്യുന്നത്. അതിൽ എന്തൊക്കെ പെടുന്നുള്ളത്, ടീച്ചർ ഇന്ററാക്ഷൻ മാത്രമല്ല പേഴ്സണൽ മോട്ടിവേഷനും അതിന്റെ ഒരു ഫാക്ടർ ആണ്. ഈ രീതിയിൽ ഞാൻ എന്റെ ഹൈപ്പോത്തസിസിനെ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടെ പോളിഷ് ചെയ്തെടുക്കുക അല്ലെ. കുറെ കേസസ് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഒരു ഹൈപ്പോത്തസിസിനെ ഞാൻ ഒന്നും കൂടെ എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് സ്ട്രാറ്റജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനലിറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു ഫിനോമിന സെറ്റ് ചെയ്യുന്നു, അതിന്റെ ബേസിസിൽ ഞാൻ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുന്നു. ഇനീഷ്യൽ കേസിന്റെ ബേസിസിലാണ് ഹൈപ്പോത്തസിസ് ഉണ്ടാക്കിയെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഫെർദർ കേസസ് പഠിക്കുന്നു. അവിടെ ഞാൻ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എന്താ പറയാ ഹൈപ്പോത്തസിസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ എന്റെ ഹൈപ്പോത്തസിസ് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, അനലിറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയാം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ ആണോ? കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാവർക്കും ഓക്കെ ആണോ എന്നുള്ളത് പറയട്ടോ. യെസ്. അപ്പൊ അനലിറ്റിക്കൽ ഇൻഡക്ഷൻ എന്താണെന്ന് പോലും അറിയാണ്ട് നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ ചില ക്വസ്റ്റ്യൻസ് വായിക്കുക എന്നുള്ളത് നിങ്ങൾ നിർബന്ധമാക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തെന്താ? യെസ്, അങ്ങനെ ഡിസംബർ 2024 PYQs നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് ജൂൺ 2025 കഴിഞ്ഞു, ഡിസംബർ 2024 കഴിഞ്ഞു, താഴോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ജൂൺ 2024 PYQs ആണ്. അപ്പൊ ജൂൺ 2024 ഡിസംബർ 2024 അത്യാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് എന്താ പറയാ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെറിയ തോതിൽ കേട്ടോ, അതും ഭയങ്കരമായിട്ടൊന്നല്ല, ചെറിയ തോതിൽ ഇതുപോലെ സ്റ്റെപ്സ് സീക്വൻസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ മുന്നേ ജസ്റ്റ് കാണിച്ചു തന്നിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. നമ്മൾ സാമ്പിളിങ്ങും അതിന്റെ മെത്തേഡ്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചതാണ്. എന്താണ് വരുന്നത്? ഡിസ്അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ ചോദിക്കുന്നത്. എന്താണ് ഇത് വരുന്നത്? സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണ്. സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുന്ന സമയത്ത് അത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണോ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, എന്താണ് 3S-ഉം 1C-യുമാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി, ഏതൊക്കെയാണ് പ്രോബബിലിറ്റി ഏതൊക്കെയാണ് നോൺ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. 3S എന്ന് പറയുന്നത് സിമ്പിൾ റാൻഡം, സ്ട്രാറ്റിഫൈഡ് റാൻഡം, സിസ്റ്റമാറ്റിക് റാൻഡം ആൻഡ് ക്ലസ്റ്റർ അനാലിസിസ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ് വരുന്നത് അല്ലെ. വെരി ഗുഡ്. ദെൻ നോൺ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വരുന്നത്? കൺവീനിയൻസ് ഓർക്കുക. എന്തൊക്കെയാണ് വരുന്നത്? കോട്ട വരുന്നുണ്ട്, പെർപ്പസീവ് വരുന്നുണ്ട്, കൺവീനിയൻസ് പറയുന്നുണ്ട്, പിന്നെ ഏതാ നമ്മൾ വിട്ടുപോയത്? വെരി ഗുഡ്, സ്നോബോൾ സാമ്പിളിംഗ് വരുന്നുണ്ട്. ഇതാണ് നോൺ പ്രോബബിലിറ്റിയിൽ വരുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, നമുക്കറിയാം സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഗ്രൂപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് സ്ട്രാറ്റുകൾ ആക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താ ചെയ്യുക? നമ്മൾ നമ്മളുടെ പോപ്പുലേഷനെ ഡിഫറെന്റ് സ്ട്രാറ്റുകൾ ആക്കുന്നു.
എന്നിട്ട് ഈ സ്ട്രാറ്റേനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഈ സ്ട്രാറ്റയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള സാമ്പിൾസിനെ ഇവിടുന്ന് കുറച്ചാളെടുക്കും, ഇവിടുന്ന് കുറച്ചാളെടുക്കും, ഇവിടുന്ന് കുറച്ചാളെടുക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാമ്പിൾസിനെ ചൂസ് ചെയ്യുന്നത്. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ഒന്ന് വായിച്ചു നോക്ക്. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഇതിൽ വരാൻ സാധ്യത, അത് നോക്കുക, ആൻസർ ചെയ്യാം. കമ്പാരിസൺ ക്യാൻ ബി മെയ്ഡ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും കേട്ടോ. മെയ്ഡ് ടു അതർ പോപ്പുലേഷൻ. Knowledge of the population prior to selection is required. Selection is made from a homogeneous group. Variables that define strata may not be relevant. ഏതൊക്കെ ആയിരിക്കും ഇതിൽ ഓപ്ഷൻസ് വരാം? എ പറയുന്നുണ്ട്, എയും ഡിയും. ഡി പറയുന്നുണ്ട്, ബിയും ഡിയും. ഓക്കെ, ബി എന്ന് പറയുന്നത് ഓക്കെ. ഓക്കെ, എന്താണ് ഫീൽ ചെയ്യുന്നത്? നമ്മളോട് ചോദിച്ചത് ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. അതിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും അല്ലെ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ വരാന്നുള്ളത്. ഓപ്ഷൻ ഡി തന്നെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അവരെ നമ്മൾ സ്ട്രാറ്റകളാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അവരെ കുറിച്ചുള്ള പ്രയർ നോളജ് വേണം എന്നുള്ളതും, നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ സ്ട്രേറ്റയിലുള്ള സാമ്പിൾസ് എന്ന് പറയുന്നത് ദാറ്റ് മെ നോട്ട് ബി റെലവന്റ് എന്നുള്ള 2 പോയിന്റ്സ് ആണ് വരുന്നത്. അപ്പം സാമ്പിളിങ്ങുമായി ബന്ധപ്പെട്ടിട്ടും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 2024 ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മുന്നേ ഡിസ്കസ് ചെയ്താണ്, ജസ്റ്റ് കാണിച്ചു തന്നതാണ്. ബട്ട് ഓരോ ഓപ്ഷൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം, ആരും തെറ്റിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? വിച്ച് ടൈപ്പ് ഓഫ് റിസർച്ച് നെസസറിലി ഇൻവോൾവ്സ് ദ കളക്ഷൻ ഓഫ് ഡേറ്റ അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് ടൈം. അല്ലെ, ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് ടൈമില് ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിഹേവിയറിലുള്ള ചേഞ്ചസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി എന്ന് പറയുന്നത്. അല്ലെ, ബാക്കിയുള്ള റിസർച്ചുകൾ എന്താണെന്ന് ഐഡിയ ഉണ്ടോ? യെസ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി ആണ്, ഡൗട്ട് ഒന്നുമില്ല. എന്താണ് ക്രോസ് സെക്ഷണൽ റിസർച്ച്? ലോഞ്ചിറ്റ്യൂഡിനലും ക്രോസ് സെക്ഷണലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കളക്ഷൻ ഓഫ് ഡേറ്റ അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് ടൈം. ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താണ്? ടൈം ഡിഫറെന്റ് ആണ്, പക്ഷെ ഒരു പരിധി വരെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടെങ്കിൽ പോലും ഒരു പരിധി വരെ സാമ്പിൾസ് സെയിം ആണ്. അപ്പൊ ക്രോസ് സെക്ഷണൽ എന്ന് പറയുമ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, മൾട്ടിപ്പിൾ പീപ്പിൾ അറ്റ് സെയിം ടൈം എന്നുള്ളതാണ്. ആൻഡ് ഇതെന്താണ് വരുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയുന്നത് യെസ്, സാമ്പിൾ സെയിം ആയിരിക്കും, ബട്ട് ടൈം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. യെസ്, അത് തന്നെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് അല്ലെ. ക്രോസ് സെക്ഷണൽ എന്ന് പറയുന്ന സമയത്ത് യു കളക്ട് ഡേറ്റ ഫ്രം മെനി ഇൻഡിവിജ്വൽസ്. ഓക്കെ, ആൾക്കാര് ഡിഫറെന്റ് ആവാം, പക്ഷെ എന്താണ്? സിംഗിൾ പോയിന്റ് ഇൻ ടൈം ആണ് അല്ലെ, അല്ലെങ്കിൽ സെയിം ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ പഠിക്കുന്നത്. ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയുന്ന സമയത്ത് എന്താണ് വരുന്നത്? ആൾക്കാർ ഡിഫറെന്റ് ആയിരിക്കും, അതുപോലെ തന്നെ എന്താണ്? ഡിഫറെന്റ് ടൈം പീരീഡിൽ, സോറി, സാമ്പിൾസ് സെയിം ആയിരിക്കും, ബട്ട് ഡിഫറെന്റ് ടൈം പീരീഡിലായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അതാണ് എന്തെന്ന് പറയുന്നത്? അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ അടുത്തത് എന്താണ് വരുന്നത്? ഫോക്കസ് ഗ്രൂപ്പ് ആണ് വരുന്നത്. യെസ് യെസ്, സെയിം സാമ്പിൾ ആണ്, ഓവർ ടൈം എന്നുള്ളതാണ്. വെരി ഗുഡ്, താങ്ക് യു. അടുത്തത് എന്താണ് വരുന്നത്? ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ആണല്ലോ അല്ലെ, നമുക്ക് ആ ഒരു ടേമിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണല്ലേ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗ്യാദർ ഇൻ-ഡെപ്ത് ഇൻസൈറ്റ് ഫ്രം എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓൺ എ സ്പെസിഫിക് ടോപ്പിക്, പ്രോഡക്റ്റ് ഓർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലേ, ഒരു ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താണ്? നമ്മൾ ഒരുപാട് ഇതിൽ നിന്നും ഫിൽട്ടർ ചെയ്തിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഐഡിയനെ കുറിച്ച് കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്തായിരുന്നു ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്? യെസ്, ലോഞ്ചിറ്റ്യൂഡിനൽ നമ്മൾ പഠിച്ചു, സെയിം സാമ്പിൾ ഡിഫറെന്റ് പോയിന്റ് ഓഫ് ടൈം. ക്രോസ് സെക്ഷണൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ ബട്ട് സെയിം പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ സിംഗിൾ ടൈം എന്ന് പറയുന്നത്.
ദെൻ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അവരുടെ ഇൻട്രസ്റ്റ് ഓൺ പെർട്ടിക്കുലർ ടോപ്പിക്, ഐഡിയ, പ്രോഡക്റ്റ് ഒക്കെ ആണ് നമ്മൾ അവിടെ അസസ് ചെയ്യുന്നത്. ആൻഡ് എന്താണ് ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത്? ഡിസ്കോഴ്സ് അനാലിസിസ് ഒരു ക്വാളിറ്റേറ്റീവ് ആണോ ക്വാണ്ടിറ്റേറ്റീവ് ആണോ? ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുന്ന സമയത്ത് അതും എന്താണ്? ഒരു qualitative research approach ആണ്. As a qualitative research method used to analyze language in text, conversations, or social context to understand the meaning, power dynamics and social constructs എന്നുള്ളതാണ്. അപ്പൊ മെയിൻലി നമുക്ക് അറിയാമല്ലേ, ലിറ്ററേച്ചർ എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിലേക്കൊക്കെ നോക്കുന്ന സമയത്താണ് ഈ ഒരു ഡിസ്കോഴ്സ് അനാലിസിസ് കുറച്ചുകൂടെ എന്താവുന്നത്, പോപ്പുലർ ആവുന്നത്. നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ടെക്സ്റ്റുകളിലുള്ള ലാംഗ്വേജ്, അതുപോലെ തന്നെ കോൺവെർസേഷൻസ്, സോഷ്യൽ കോണ്ടെക്സ്റ്റ്, അതിന്റെ മീനിങ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കോഴ്സ് അനാലിസിസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ലോഞ്ചിറ്റ്യൂഡിനൽ, ക്രോസ് സെക്ഷണൽ, ഫോക്കസ് ഗ്രൂപ്പ്, ഡിസ്കോഴ്സ് അനാലിസിസ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ അല്ലെ? ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ, കുറച്ച് സമയം വേണം. ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം കേട്ടോ. കുറച്ച് സമയം വേണം, കുഴപ്പമില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമൺ റിലയബിലിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്? ഓക്കെ, എ പറയുന്നുണ്ട് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്നുള്ളത്. ഓ, ആൻസർ ചെയ്യുന്നതിന് മുമ്പേ എല്ലാ ഓപ്ഷൻസും നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അനലൈസ് ചെയ്യാം. ഈ രണ്ട് കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ഫെമിലിയർ ആണോ? റിലയബിലിറ്റി, വാലിഡിറ്റി. പേപ്പർ 2 ഒരുപാട് ഇത് ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും പേപ്പർ 1 നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഈ രണ്ട് കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. പല തരത്തില് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് റിലയബിലിറ്റി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ന് കരുതി നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. ബട്ട് നമ്മൾ മനസ്സിലാക്കണം അല്ലെ? ഇവിടെ നമുക്ക് ഒന്നാമത്തേത് അറിയാലോ, കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്താണ് മെഷർ ചെയ്യുന്നത്? ഈസ് ദാറ്റ് മെഷേഴ്സ് ദ റിലയബിലിറ്റി, അതോ എന്താണ് മെഷർ ചെയ്യുന്നത് കോറിലേഷൻ കോഎഫിഷ്യന്റ്? വളരെ ഡയറക്റ്റ് ആണല്ലേ? യെസ്, വെരി ഗുഡ്. റിലേഷൻഷിപ്പ് ആണ് അവിടെ മെഷർ ചെയ്യുന്നത്, നോട്ട് റിലയബിലിറ്റി അല്ലെ? റിലയബിലിറ്റിയിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, നമുക്ക് പറയാം. അതിനു മുന്നേ ഞാൻ റിലയബിലിറ്റി, വാലിഡിറ്റി എന്നുള്ള കൺസെപ്റ്റിനെ ഒന്ന് തറവാക്കി തരാം. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുന്നേ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഫസ്റ്റ് ക്ലാസ് മുതൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, റിസർച്ച് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണ് ഈസി ആവാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്ത് ചെയ്യുമ്പോഴാണ്? ഓരോ കൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുമ്പോഴും, ഒന്ന് ടൈപ്സ് ഓഫ് റിസർച്ച് ഒക്കെ നോക്കുന്ന സമയത്ത് നിങ്ങളൊരു റിസർച്ച് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്തിട്ട് പല കാര്യങ്ങളെയും പഠിക്കുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ഏതൊരു കൺസെപ്റ്റിനും നമ്മളുടെ കയ്യിൽ ഒരു കീ പോയിന്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ റിലയബിലിറ്റി എന്ന് പറയുന്ന ഒരു ടേം, അതുമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്യുന്ന കീ ടേം ആണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ആൻഡ് വാലിഡിറ്റി എന്ന് പറയുന്നത് ആക്യുറസിയാണ്. അപ്പം എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, റിസർച്ചിൽ റിലയബിലിറ്റി എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആണ് ഉദ്ദേശിക്കുന്നത്, വാലിഡിറ്റി എന്ന് പറയുന്ന സമയത്ത് ആക്യുറസി ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്? കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദ റിസൾട്ട് ക്യാൻ ബി റീപ്രൊഡ്യൂസ്ഡ് വെൻ ദ റിസർച്ച് ഈസ് റിപ്പീറ്റഡ് അണ്ടർ ദ സെയിം കണ്ടീഷൻ. അതായത് സെയിം കണ്ടീഷനിൽ അല്ലെങ്കിൽ സെയിം ആൾക്കാരിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന സെയിം പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ ഈ ഒരു റിസർച്ചിന്റെ റിസൾട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് കൺസിസ്റ്റന്റ് ആയിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെയിം റിസൾട്ട് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? റിലയബിലിറ്റി എന്ന് പറയാം. ഒന്നുകൂടെ നോക്കുക, ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദ റിസൾട്ട് ക്യാൻ ബി റീപ്രൊഡ്യൂസ്ഡ് when the research is repeated under the same condition. സെയിം കണ്ടീഷനിൽ നമ്മൾ ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത്
അവിടെ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ആ ഒരു റിസൾട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ അതെന്താണ് കൺസിസ്റ്റന്റ് ആയി സെയിം റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ റിലയബിലിറ്റി എന്ന് പറയാം. ക്ലിയർ ആണോ? റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റഡിയിൽ കിട്ടിയിട്ടുള്ള റിസൾട്ടിനെ വീണ്ടും നമ്മൾ സെയിം കണ്ടീഷനിൽ പഠിക്കുന്ന സമയത്ത് സെയിം റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ്. ആൻഡ് അവിടെ കൺസിസ്റ്റൻസി ഓഫ് റിസൾട്ട്സ് അക്രോസ് ടൈം ഉണ്ടാവും, ഒബ്സർവേഴ്സ് ഉണ്ടാവും, അക്രോസ് പാർട്സ് ഓഫ് ദ ടെസ്റ്റ് ഇറ്റ് സെൽഫ്. അതായത് ഡിഫറെന്റ് രീതിയിൽ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിൽ നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസിനെ നോക്കുന്നുണ്ടാവും. അതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ വാലിഡിറ്റി എന്താണ് പറയുന്നത്? ആക്യുറസി ആണ് പറയുന്നത്. എന്താണ് വാലിഡിറ്റിനെ നമ്മൾ കണക്ട് ചെയ്യേണ്ട ടേം ആക്യുറസി ആണ്. ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദ റിസൾട്ട് റിയലി മെഷർ വാട്ട് ദേ ആർ സപ്പോസ്ഡ് ടു മെഷർ. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? നമ്മള് എന്താണോ പഠിക്കാൻ ഉദ്ദേശിച്ചത് അത് ആ രീതിയിൽ തന്നെ മെഷർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? സിമ്പിൾ ആണല്ലേ സംഭവം. നമ്മൾ ഉദ്ദേശിച്ച ഡാറ്റ ആക്യുറേറ്റ് ആണ്. അതാണ് വാലിഡിറ്റി അല്ലെങ്കിൽ ആക്യുറസി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഹൗ വെൽ ദ റിസൾട്ട് കറസ്പോണ്ട് ടു എസ്റ്റാബ്ലിഷ്ഡ് തിയറീസ് ആൻഡ് അതർ മെഷർമെന്റ് ഓഫ് ദ സെയിം കൺസെപ്റ്റ്. സോ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള തിയറീസും ബാക്കി സ്റ്റഡീസും ഒക്കെ ആയിട്ട് നോക്കുന്ന സമയത്ത് സെയിം കൺസെപ്റ്റ് തന്നെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ എന്താണോ പഠിക്കാൻ ഉദ്ദേശിച്ചത് അത് കിട്ടിയിട്ടുണ്ടോ, അത് ആക്യുറേറ്റ് ആണോ, അതിന് മുന്നേ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തിയറീസും വർക്ക്സും ഒക്കെ ആക്കിയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മളുടെ റിസൾട്ട് കറക്റ്റ് ആണ് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? അതാണ് നമ്മൾ എന്ത് പറയുന്നത്, വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി ഒരിക്കലും നിങ്ങൾ മറക്കാതിരിക്കുക. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത പേപ്പർ 1-ലാണ്. പേപ്പർ 1-ല് റിലയബിലിറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ വാലിഡിറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇത് ക്ലിയർ ആണോ? റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇനി എപ്പോഴും റിലയബിലിറ്റി കേൾക്കുമ്പോൾ അത് കൺസിസ്റ്റൻസി ആണ്, വാലിഡിറ്റി കേൾക്കുന്ന സമയത്ത് അത് ആക്യുറസി ആണെന്ന് മനസ്സിലാക്കുക. ഒരൊറ്റ പോയിന്റും കൂടെ പറയാം. ഇതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു സംഗതി ഞാൻ പറയുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും കേട്ടോ. അതായത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, റിലയബിൾ മെഷർമെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾവേസ് വാലിഡ്. ഓക്കെ, എന്താണ് പറയുന്നത്, റിലയബിൾ ആയിട്ടുള്ള മെഷർമെന്റ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും വാലിഡ് ആയിരിക്കും. എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായത്? റിലയബിൾ മെഷർമെന്റ് ഈസ് നോട്ട് ഓൾവേസ് വാലിഡ് ആണ്. റിലയബിൾ മെഷർമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും വാലിഡ് ആയിരിക്കണം എന്നില്ല. അതായത് റിലയബിലിറ്റി എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത്, അതിന്റെ മീനിങ് എന്താണ്? റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് കൺസിസ്റ്റന്റ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പക്ഷെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാര്യം എപ്പോഴും ആക്യുറേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല, അല്ലെ? കൺസിസ്റ്റന്റ് ആണ്, നമുക്ക് സെയിം റിസൾട്ട് കിട്ടുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് അതൊരിക്കലും എന്താണ് ആക്യുറേറ്റ് ആവണമെന്ന് നമുക്ക് നിർബന്ധം പറയാറില്ല. എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പം കുറച്ച് പേരുടെ വെയിറ്റ്, അതായത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കുറച്ച് പേരുടെ വെയിറ്റ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ആവറേജ് എന്ന് പറയുന്നത് ഒരു 58 ആണെന്ന് വിചാരിക്കാം. ബട്ട് അത് തെറ്റായിട്ടുള്ള മെഷർമെന്റ് ആവാനുള്ള സാധ്യത അവിടെയുണ്ട്. ഓക്കെ, കൺസിസ്റ്റന്റ് ആണ്, എപ്പോഴും നമുക്ക് 58 കിട്ടുന്നുണ്ട്, പക്ഷേ ദാറ്റ് മേ നോട്ട് ബി ആക്യുറേറ്റ് എന്നുള്ളൊരു സാധനമാണ് വരുന്നത്. യെസ്, വാല്യൂ മേ ബി സംതിങ് എൽസ് എന്നുള്ളൊരു രീതിയിലാണ് അതെപ്പോഴും വാലിഡ് ആവണമെന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പഠിക്കുക, റിലയബിൾ മെഷർമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും വാലിഡ് ആയിരിക്കണമെന്നില്ല. എന്നാൽ വാലിഡ് മെഷർമെന്റ് ഈസ് ജനറലി റിലയബിൾ. വാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ വാലിഡിറ്റിനെ നമ്മൾ എന്തുമായിട്ടാ കണക്ട് ചെയ്യുക? വാലിഡിറ്റി ഈസ് സംതിങ് റിലേറ്റഡ് ടു, യെസ്, വാലിഡിറ്റി എന്ന് പറയുന്നത് ആക്യുറസി ആണ്, അല്ലെ? അപ്പൊ വാലിഡ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് അതെന്തായിരിക്കും എന്നുള്ളതാണ്, കൺസിസ്റ്റന്റ് ആയിരിക്കും. ഒന്ന് ലോജിക്കലി ചിന്തിച്ചു നോക്കിയേ. കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള തിയറീസും ടെക്സ്റ്റും ഒക്കെ ആയിട്ട് അലൈൻ ചെയ്യുന്ന ഒരു സംഗതിനെയാണ് നമ്മൾ വാലിഡ് ആണ് എന്ന് നമ്മൾ പറയാം, അല്ലെങ്കിൽ വാലിഡിറ്റി നമ്മൾ പറയാം. അതുകൊണ്ട് തന്നെ വാലിഡ് മെഷർമെന്റ് എന്ന് പറയുന്ന സമയത്ത് അതെപ്പോഴും എന്തായിരിക്കും, കൺസിസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് റിലയബിലിറ്റി വാലിഡിറ്റിയുമായിട്ട് നമുക്ക് ഓർത്ത് വെക്കാനുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്, റിലയബിൾ മെഷർമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും വാലിഡ് ആയിരിക്കില്ല.
ബട്ട് വാലിഡ് മെഷർമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും റിലയബിൾ ആയിരിക്കും. ഓക്കെ, ക്ലോക്ക് ടൈം എക്സാമ്പിൾ എന്ന് പറഞ്ഞത് റിലേറ്റഡ് ടു കൺസിസ്റ്റൻസി. ഓക്കെ, എനിക്ക് അത്രത്തോളം കത്തിയിട്ടില്ല, എന്നാലും എനിക്ക് തോന്നുന്നു ഏതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുക, കൺസിസ്റ്റൻസി, ആക്യുറസി. ഓക്കെ, യെസ്. അപ്പൊ ഇത് ക്ലിയർ ആണോ? ഇനി വാലിഡിറ്റി റിലയബിലിറ്റി ആയി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ ഓക്കെ ആണോ? ഇത്രയും ചോദിക്കുള്ളൂ കേട്ടോ. ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇന്റേണൽ വാലിഡിറ്റി ടൈപ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ പേപ്പർ 1 പഠിക്കാനുണ്ട്. പേപ്പർ 2 അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇത് പറയാനുണ്ടായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളോട് സിമ്പിൾ ആയിട്ട് ചോദിച്ചതാണ്, എന്താണ് റിലയബിലിറ്റി കോഎഫിഷ്യന്റ്, അല്ല താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് റിലയബിലിറ്റി കോഎഫിഷ്യന്റ് എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ബാക്കി തന്നിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ, ഈ ക്വസ്റ്റ്യൻ കണ്ടോ, ഇത് 2024 ജൂണിലും ചോദിച്ചിട്ടുണ്ട്. ഇതും കൂടെ ആൻസർ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അതേ സംഭവം, അതായത് അനലിറ്റിക്കൽ അല്ലല്ല, ഇത് നമ്മളുടെ യെസ്, അനലിറ്റിക്കൽ ഇൻഡക്ഷൻ സ്ട്രാറ്റജിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. സോറി, കറക്റ്റ് ആണ്. യെസ്, മെറ്റൽ റോഡ് 12 ഇഞ്ച് എന്ന് പറയുന്നത് അതർ മെഷേഴ്സ് 12.1 ഇഞ്ച്. ഇറ്റ് ഈസ് നോട്ട് റിലയബിൾ, റൈറ്റ്? യാ, റിലയബിൾ അല്ല എന്ന് പറയുമ്പോൾ യെസ്, ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ വരിക വിസ്മയ. ഓക്കെ, യെസ്. ഇതിലെങ്ങനെയാണ് വരിക കറക്റ്റ് ആൻസർ? 45-നല്ലേ അടുത്ത ക്ലാസ്? യെസ്, ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഈസി ആണല്ലോ. നമ്മൾ പഠിച്ചു അനലിറ്റിക്കൽ ഇൻഡക്ഷൻ എന്താണ്, അവിടെ എന്താണ് പ്രോസസ് എന്ന് പഠിച്ചു. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സോ റിസർച്ചിൽ ഇനി ഏത് ക്വസ്റ്റ്യൻ വന്നാലും കോൺഫിഡന്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ? എനിക്ക് തോന്നുന്നു ഈ ഒരു 3 ടേമിലായിട്ടാണ് റിസർച്ചിന് കുറച്ചും കൂടെ ഒരു ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഇതിന് മുന്നത്തെ ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി എന്താണ് ക്വസ്റ്റ്യൻസിന്റെ നമ്പേഴ്സ് കുറവാണ്. അപ്പൊ ഇനിയും നമ്മൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാണുന്നത്. അപ്പൊ ഈ ഏരിയാസിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടോ? കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതല്ലാതെ ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാ കൺസെപ്റ്റുകളും പഠിച്ചു പോവാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സ്റ്റുഡൻസിന് ഓൾറെഡി ക്ലാസ് ഉണ്ടല്ലോ അല്ലെ? യെസ്, ദെൻ ഓക്കെ. യെസ്, ഒരുപാട് പേര് പുറത്തുനിന്ന് ജോയിൻ ചെയ്തതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻ കേസ് ഉണ്ടെങ്കിൽ പറഞ്ഞ കൺസെപ്റ്റുകൾ കുറച്ച് ലാസ്റ്റ് ക്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ JRF ക്ലബ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത ഒരു 5ാമത്തെ സെഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ടും ഇപ്പം നമ്മുടെ ഇന്റഗ്രേറ്റഡ് ബാച്ച് ആണ് റൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത സെഷൻ നോക്കാം കേട്ടോ. ഗുഡ് നൈറ്റ്, താങ്ക് യു.